കേരളത്തിലെ ആദ്യത്തെ വൃക്കദാതാവ് 100-ാം വയസ്സിൽ അന്തരിച്ചു. വൃക്കദാനത്തിന് ശേഷം 41 വർഷം ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ കഴിഞ്ഞ മയിൽ കൈരളം ഒറപ്പടിയിലെ പുതിയപുരയിൽ നാരായണിയാണ് അന്തരിച്ചത്. അവയവദാനം കേരളത്തിന് അത്ര പരിചയമില്ലാത്ത സമയത്തായിരുന്നു സ്വന്തം സഹോദരന് നാരായണി വൃക്ക നൽകിയത്. 4 പതിറ്റാണ്ട് മുമ്പ് തന്റെ കുഞ്ഞനുജന് ജീവൻ പകുത്തു നൽകുമ്പോൾ മയിൽ കൈരളം ഒറപ്പടിയിലെ നാരായണിയുടെ മനസ്സിൽ 100 വയസ്സുവരെ ജീവിക്കാമെന്ന മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുവൃക്കുകളും തകരാറിലായി മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുകയായിരുന്നു സഹോദരൻ തോട്ടട അമ്മുപ്പറമ്പിലെ കുഞ്ഞിക്കണ്ണൻ. ഉദാത്തമായ സഹോദര സ്നേഹത്തിന്റെ സുന്ദര നിമിഷത്തിനാണ് പിന്നീട് വെല്ലൂർ മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിച്ചത്. 1982 ജൂൺ 4-നായിരുന്നു ആ അപൂർവ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അന്ന് നാട്ടുകാർ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നതായി മയ്യിലെ KP കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കേരളം ഉറപ്പടിയിലെ നമ്മുടെ PP നാരായണിയമ്മ 100 വയസ്സ്. അവർ ഇന്ന് രാവിലെയാണ് അന്തരിച്ചത്. അവരെ സംബന്ധിച്ചൊരു നമുക്ക് പുതിയ തലമുറക്ക് അറിയാത്തൊരു ചരിത്രമുണ്ട്. അവരുടെ അനുജന് കിഡ്നി സംബന്ധമായ അസുഖം ബാധിക്കുകയും ആ കിഡ്നി റീപ്ലാന്റേഷൻ അന്ന് കേരളത്തിൽ എവിടെയില്ല, വെല്ലൂരിൽ പോകണം. പക്ഷേ ഇവരൊന്ന് കിഡ്നി കൊടുക്കാൻ തയ്യാറായി. അനുജന് വേണ്ടി ഞാൻ മരിച്ചുപോയാലും അനുജൻ ജീവിക്കുകയാണെങ്കിൽ കിഡ്നി കൊടുക്കാമെന്ന് സമ്മതിച്ചതിന്റെ ഭാഗമായി ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഡ്നി റീപ്ലാന്റേഷൻ നടത്തി കുഞ്ഞിക്കണ്ണൻ 10-27 വർഷക്കാലം ജീവിച്ചു. ഇവരിപ്പോൾ 100-ാമത്തെ വയസ്സിൽ മരിച്ചു. വൈദ്യശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടില്ലാത്ത ആ കാലത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഏറെ ചർച്ചയായിരുന്നു. കേരളത്തിലെ ആദ്യ വൃക്കദാതാവ് എന്ന വിശേഷണ പട്ടികയിൽ അങ്ങനെ നാരായണിയും ഇടം പിടിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരൻ, ഗവർണർ ജ്യോതി വെങ്കടാചലം ഉൾപ്പെടെയുള്ള പ്രമുഖർ ജീവൻ പകുത്തു നൽകിയ ഈ സഹോദര സ്നേഹത്തെ പരാമർശിച്ചിരുന്നു. 3 പതിറ്റാണ്ടോളം കുഞ്ഞികൃഷ്ണൻ നാരായണി നൽകിയ വൃക്കയുമായി ജീവിച്ചു. അവയവദാനം നാരായണിയെയും ഒരു തരത്തിലും ബാധിച്ചില്ല. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 100-ാം വയസ്സിലാണ് നാരായണി അന്തരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. പരേതനായ ഗോവിന്ദനാണ് ഭർത്താവ്. ചന്ദ്രിക, ദാമോദരൻ, സുമതി എന്നിവർ മക്കളാണ്. CPM മയ്യിൽ ഏരിയ സെക്രട്ടറി N. അനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് KK റിഷ്ണ, വൈസ് പ്രസിഡന്റ് AT ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം രവി മാണിക്കോത്ത്, KPSTU മുൻ സംസ്ഥാന സെക്രട്ടറി KC രാജൻ മാസ്റ്റർ, PP രമേശൻ, DCC ജനറൽ സെക്രട്ടറി KC ഗണേശൻ, TP മനോഹരൻ തുടങ്ങി നിരവധി പേർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.